നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആചാര സംരക്ഷണം എന്നത് കണിശമായ ചില വിലക്കുകളിലും നിയമങ്ങളിലും അധിഷ്ഠിതമാണ്. അവിടെ ജാതിയോ മതമോ പദവിയോ നോക്കാതെ തെറ്റു ചെയ്യുന്നവർക്ക് കഠിനമായ ആചാര ശിക്ഷകൾ നൽകിയിരുന്നത് പിഴപ്പിക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടിയന്തര യോഗത്തിന്റെ തീരുമാനങ്ങൾ പെരുമാളിന്റെ തീരുമാനങ്ങളായി കണ്ടിരുന്നത് കൊണ്ട് രാജാവ് പോലും അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. ഒരിക്കൽ പെരുമാളിന്റെ സ്വർണ്ണക്കുടങ്ങളിലൊന്ന് സ്വന്തമാക്കാൻ ഒരു രാജകുമാരൻ ശ്രമിക്കുകയും രാജാവ് അതിനെ അനുകൂലിക്കുകയും ചെയ്തത്രേ. ഇതിനെ എതിർത്ത ജന്മസമുദായത്തെ രാജാവ് ശിക്ഷിച്ചതോടെ അടിയന്തര യോഗം രാജാവിനും രാജപരമ്പരയ്ക്കും കൊട്ടിയൂരിൽ വിലക്കേർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ രാജാവിനോ നാടുവാഴുന്ന രാജവംശങ്ങളിലെ ആണുങ്ങൾക്കോ അക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിൽ വരാൻ അനുവാദമുണ്ടായിരുന്നില്ല. രാജാവിന് പ്രവേശനം നിഷിദ്ധമായതോടെ ഇവരുടെ പ്രതിനിധികളായി ഉള്ളാട്ടു മനുഷ്യർ ആണ് അടിയന്തര യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത്. രാജഭരണം കഴിഞ്ഞതോടെ ഇവരുടെ വരവ് ഇല്ലാതായി. കൊട്ടിയൂരിൽ ദർശനത്തിനെത്തുന്ന ഭക്തരോ സ്ഥാനികരോ തറവടിയിൽ പങ്കെടുക്കാത്ത അമ്പലവാസികളോ ഗുരുതരമായ തെറ്റു ചെയ്താൽ അവരെ പൊക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്ത് കാടകക്കുണ്ടിൽ മുക്കി പടിഞ്ഞാറെ നടവഴി കടത്തിവിടും. ഇങ്ങനെയുള്ളവർക്ക് ഈ ജന്മത്തിൽ പിന്നെ കൊട്ടിയൂർ യാഗഭൂമിയിലേക്ക് പ്രവേശനമില്ല. കൊട്ടിയൂരിൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ശാശ്വതമായ വിലക്ക് ഏർപ്പെടുത്തിയതിന് കാരണമായി പറയുന്നത് പണ്ട് സന്നിധാനത്തിൽ നടന്ന മത്തവിലാസം കൂത്തുകണ്ട് ഇവർ പരിഹസിച്ചു ചിരിച്ചതിനാലാണ് എന്നാണ്. ചാക്യാർമാർ കുടുംബത്തിലുള്ള പുരുഷന്മാർ കൊട്ടിയൂരിൽ വന്ന് പഠനം പൂർത്തിയായ വർഷം തന്നെ കൂത്തവതരിപ്പിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് അക്കരെ സംവിധാനത്തിലേക്ക് പിന്നീട് പ്രവേശനമില്ല. അതുപോലെ തന്നെ മണത്തണ ചപ്പാരം ക്ഷേത്രങ്ങളിലെ വാളുകൾ അക്കര സന്നിധാനത്ത് പ്രവേശിക്കുന്നതിന് മുമ്പും മകം നക്ഷത്രത്തിലെ ഉഷശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ സംവിധാനത്തിൽ പ്രവേശനമില്ല. മണത്തണയിലെ 4 ഊരാളൻ തറവാടുകളിൽപ്പെട്ട സ്ത്രീകൾ മണത്തണ ചപ്പാരം ക്ഷേത്ര സ്ഥാനിക കുടുംബങ്ങളിലെ സ്ത്രീകളും അക്കരെ സംവിധാനത്തിൽ എത്തിയാൽ തൃക്കൂർ പ്രസാദം വാങ്ങി മാത്രമേ മടങ്ങാൻ പാടുള്ളൂ എന്നത് നിർബന്ധമാണ്. ബ്രാഹ്മണ കുട്ടികളായിട്ടുള്ള കുടുംബങ്ങളിലെ ആൺകുട്ടികൾ പഠനം പൂർത്തിയായാൽ അക്കരെ കൊട്ടിയൂരിൽ വന്ന് വെള്ളിക്കുടം വെച്ച് പ്രാർത്ഥിച്ച് പെരുമാളിന് പ്രത്യേക പൂജ കഴിക്കണമെന്നത് നിർബന്ധമാണ്. നെയ്യമൃത് സ്ഥാനികരായിട്ടുള്ള ജന്മസ്ഥാനീയരായ കുടുംബങ്ങളിലെ ആണുങ്ങൾ 16 വയസ്സ് തികഞ്ഞതിന് ശേഷം നെയ്യമൃതുമായി മാത്രമേ അക്കരെ സംവിധാനത്തെ പ്രവേശിക്കാൻ പാടുള്ളൂ. ജന്മശാന്തിയായ പടിഞ്ഞിറ്റ നമ്പൂതിരിയെയും പന്തക്കിടങ്ങളെയും കുറിച്ച് സ്ഥാനികനായ ഒറ്റപ്പിലാനെയും അടിയന്തര യോഗത്തിന് പിഴപ്പിക്കാൻ അനുവാദമില്ല.